ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് റംദാൻ 12 മോന് സുഖമല്ല, അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നതാണ്. അപ്പോൾ ഇന്ന് കുറേ ലേറ്റ് ആയിട്ടുണ്ട്. ആ സമയത്ത് ഉമ്മ പറഞ്ഞു നമുക്കെന്നാൽ ബിരിയാണി ആക്കാം. അടുക്കളയിൽ കയറാൻ തന്നെ കുറേ ലേറ്റായി. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെയൊക്കെ കാണിച്ചുകൊണ്ട് അങ്ങനെ വരികയാണ്. അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ബർഗർ ബണ്ണ് കണ്ട സമയത്ത് അത് വാങ്ങി. അപ്പോൾ ബർഗർ ഉണ്ടാക്കാൻ വെച്ചിട്ട് അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള പാറ്റിയൊക്കെ റെഡിയാക്കാൻ നോക്കുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ബർഗർ ഉണ്ടാക്കുന്നത്. കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കുകയാണ്. ആ സമയം അമ്മ ഇതാക്കണ തരി കച്ചാണ്. അമ്മക്ക് നോമ്പ് തുറക്കുമ്പോൾ തരി കിട്ടണം, അത് നമുക്ക് നിർബന്ധമാണ്. അങ്ങനെ അമ്മമ്മൻ്റെ ഓരോരോ പണിയൊക്കെ ചെയ്യാണ്. ആ സമയം പിന്നെ ഞാൻ പാറ്റിയൊക്കെ റെഡിയാക്കാൻ വിചാരിച്ച് ഇതാക്കണ പാനൊക്കെ അടുപ്പത്ത് വെച്ച് പിന്നെ ബർഗറൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ പാറ്റി ഇതാക്കണമൊക്കെ റെഡിയാക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു ടെൻഷനുണ്ട്, എന്താണെന്ന് അറിയില്ല. നമ്മൾ സാധാ ദിവസം പോലെ അല്ലല്ലോ, നോമ്പുറക്കുമ്പോൾ കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ എന്തെങ്കിലും പേവ് വന്നാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ടുള്ളൊരു ടെൻഷനാണ്. അങ്ങനെ പാറ്റിയെല്ലാം ഞങ്ങളെ വേവിച്ചെടുക്കുകയാണ്. അതിനൊക്കെ ആക്കുന്ന റെഡിയായി ഇട്ടിട്ടുണ്ട്. ഇതുവരെയൊക്കെ കുഴപ്പമില്ല, റാത്തായി പോകുന്നുണ്ട്. ഞാൻ കഴിക്കുമ്പോഴറിയാം എന്താ അതിൻ്റെ അവസ്ഥ എന്നുള്ളത്. ആ ഒരു പാനിൽ തന്നെ ഞാൻ ഇതാക്കുന്ന ബണ്ണും ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഇത് റെഡിയായി. പിന്നെ ഞാൻ അതിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ അതിലേക്ക് മയോണൈസ് റെഡിയാക്കാനുണ്ടായിരുന്നു. ആ മയോണൈസ് മാക്കി തന്ന് അങ്ങനെ ഞാൻ അതിൽ ടൊമാറ്റോ കെച്ചപ്പൊക്കെ ഒഴിച്ചിട്ട് സെറ്റാക്കുകയാണ്. അങ്ങനെ ഇത് റെഡിയായി. അപ്പോൾ ഇതിൻ്റെ പാറ്റി കുറച്ച് കട്ടി കൂടിപ്പോയി. അപ്പം ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ അതിങ്ങനെ സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് അതിൽ ഞാൻ മയോണൈസ് തേച്ച് വെച്ചു. വെറുതെ ജസ്റ്റിന് ചെയ്താണ്. അങ്ങനെ ബണ്ണിലൊക്കെ മയോണൈസ് തേച്ച് വെക്കാണ്. അതിനെനിക്ക് കസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതായത് എന്നോട് വാങ്ങാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അപ്പം ഞാൻ കസ്സിന് പകരം മറ്റേ നമ്മളെ ക്യാബേജ് എടുത്ത് വെച്ചതാണ്. അങ്ങനെ സംഭവം ഞാൻ സെറ്റാക്കി. അങ്ങനെ നോമ്പ് തുറക്കാനുള്ളതൊക്കെ ഇതൊക്കെ റെഡിയാക്കി വെച്ച് പൊക്കവട ഞങ്ങൾ വരുന്ന സമയത്ത് വാങ്ങിയതാണ്. അങ്ങനെ ബർഗറൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നോമ്പ് തുറക്കുന്ന വീഡിയോ എടുത്തില്ല, മോനപ്പോൾ ഭയങ്കര കച്ചറയിന്. അതിന് ശേഷമാണ് പിന്നെ അതൊക്കെ കഴിച്ചത്. പക്ഷേ ഞാൻ ഉണ്ടാക്കിയും കൂടെ പറയല്ല, സംഭവം അടിപൊളി കഴിക്കണ്. പിന്നെ അതിന് ശേഷം പള്ളിയിൽ നിന്ന് കഞ്ഞി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗ്ലാസ് കഞ്ഞിയും കുടിച്ചു. പിന്നെ തറാവിയൊക്കെ കഴിഞ്ഞാണ് എല്ലാവരും വന്നതിന് ശേഷം ഇതാ ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ്. അമ്മ അതിൻ്റെ അടുക്ക് ഇതാക്കുന്ന ചെമ്മീൻ പൊരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് അങ്ങനെ നല്ല ചിക്കൻ ബിരിയാണിയും അതുപോലെ ചെമ്മീൻ ഫ്രൈയും പിന്നെ അച്ചാറും തൈരൊക്കെയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കൂട്ടിയും കണ്ട് ഫുഡ് കഴിക്കാണ്. അങ്ങനെ റാഹത്തായിട്ട് നോമ്പ് 12 അങ്ങനെ കഴിഞ്ഞ്. പിന്നെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.